വാർത്തകൾ തുടരുന്നു. പനി പടർന്ന സാഹചര്യത്തിൽ കാട്ടൂർ മധുരംപിള്ളി ഭാഗത്ത് മെഡിക്കൽ സംഘം പരിശോധന നടത്തി. 2 ഡെപ്യൂട്ടി ഡിഎംഒമാരുടെ നേതൃത്വത്തിലുള്ള സംഘം വിവാദമായ പന്നി ഫാം, പനിബാധിത പ്രദേശത്തെ വീടുകൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. ഫാമിനെ കുറിച്ച് അന്വേഷണത്തിൽ മനസ്സിലായ കാര്യങ്ങൾ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു. വേസ്റ്റ് വാട്ടറിന് ട്രീറ്റ്മെന്റ് ഒന്നും പ്രോപ്പർ അല്ല. പിന്നെ പന്നികളെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യണ ആരും കാണാനില്ല. കുട്ടിയുടെ കണ്ടീഷൻ ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടെന്നാണ് ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞത്. കൈയും കാലൊക്കെ ചെറുതായിട്ടാണ് എനിക്ക് തോന്നിയിട്ട്. പിന്നെ ബ്ലഡിൻ്റെ റിസൾട്ട് മണിപ്പാലിലേക്ക് അയച്ചിട്ടുണ്ട്. നാളെ മറ്റന്നാളുമായിട്ട് റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം മാത്രമേ ഇത് ജാപ്പാനീസ് എൻകെഫലൈറ്റിസ് ആണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. 2 ദിവസത്തിനുള്ളിൽ പ്രദേശത്ത് മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടത്താൻ തീരുമാനമായിട്ടുണ്ട്. ഡെപ്യൂട്ടി ഡിഎംഒമാരായ ബേബി ലക്ഷ്മി, VK മിനി, MCH സത്യഭാമ, ഹെൽത്ത് ഇൻസ്പെക്ടർ സത്യഭാമ, ബയോളജിസ്റ്റ് ജബ്ബാർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് ചന്ദ്രൻ, ഹെൽത്ത് സൂപ്രണ്ട് രാജൻ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ പവിത്രൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സംഘത്തെ അനുഗമിച്ചു. അതേസമയം ജനജീവിതത്തിന് ഭീഷണിയായ പന്നി ഫാം അടച്ചുപൂട്ടാൻ ശ്രമം നടക്കുന്നതായി സൂചനയുണ്ട്. ഫാമിനോട് ചേർന്നുള്ള 20 ഏക്കറോളം സ്ഥലത്ത് വിവിധ മാലിന്യങ്ങൾ കുഴിച്ചുമൂടുന്നുണ്ടെന്ന പരാതി വ്യാപകമായതിനെ തുടർന്നാണ് നടത്തിപ്പുകാരിൽ 2 പേർ സമ്മതം അറിയിച്ചതായി അറിയുന്നത്. തൃശൂർ അടക്കമുള്ള നഗരത്തിലെ മാലിന്യങ്ങൾ നിസ്സാര തുക ഈടാക്കി പ്രദേശത്ത് കുഴിച്ചുമൂടുന്നുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇവിടുത്തെ മഴക്കാലത്ത് ഇവിടെ പന്നിവളത്തിൽ ഭയങ്കര രൂക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന കാരണം ഇവിടെ വെള്ളം പൊന്തിപ്പോൾ പന്നിയുടെ കാട്ടങ്ങളും അതുപോലെ വെള്ളത്തിൽ പൊന്തി ഇവിടെ സകല സ്ഥലത്തും പനിയുന്ന ആൾക്കാർക്ക് പന്നിപ്പനിയായിട്ട് മാറിയിരിക്കണത്. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടി അത് അന്വേഷിച്ച് വന്നപ്പോൾ ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽ കാട്ടി അവിടെ നേരെ തൃശ്ശൂർ യൂബിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് ഇതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞത്. മുഴുവൻ ടെസ്റ്റുകൾ കിട്ടിയിട്ടില്ല. അത് മണിപ്പാല ഹോസ്പിറ്റലിലേക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോയിരിക്കണം. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. കുട്ടിക്ക് ഇപ്പോൾ യാതൊരു വക ചലനങ്ങളൊന്നും അങ്ങനെ പറയാറൊന്നും ആയിട്ടില്ല. ഡോക്ടർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ വരെ അങ്ങനെ റിപ്പോർട്ട് കിട്ടിയേക്കണം. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണി കണ്ട വേസ്റ്റ് തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലെ മൊത്തം വേസ്റ്റ് ഇവിടേക്ക് ഒഴുകി എത്തണം വണ്ടികളിലായിട്ട്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ തോടുകളിലും പറമ്പുകളിലും കുഴികളായി കുത്തിയിടിച്ചിട്ട് കോഴികൾ ചത്ത കോഴീനെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് കുന്നുകൂട്ടിട്ടേക്കണ കുഴികളായിട്ട്. എന്നിട്ട് അത് ജനങ്ങൾ വന്ന് കാണുമ്പോൾ അത് ഓലിട്ട് മൂടിയേക്കണം. പിന്നെ ഇവിടെ പന്നി വളത്തിൽ രൂക്ഷമായതിന്റെ പ്രകടനത്തിൽ പന്നികളും പനി പിടിച്ചിവിടെ ചത്തോണ്ടിരിക്കുന്നു. പന്നികളും രോഗം ബാധിച്ച് ചത്തോണ്ടിരിക്കുന്നുണ്ട്. പശുക്കൾക്കും കുളമ്പ് കേടും ഇപ്പോഴും നിലവിൽ നിൽക്കണം. പന്നികൾക്ക് തിന്നാനായി കൊണ്ടുവരുന്ന കോഴി, മാട് അവശിഷ്ടങ്ങൾ, പന്നി വിസർജ്യങ്ങൾ ഇവയാണ് മധുരംപിള്ളി ഭാഗത്തെ ദുർഗന്ധത്തിലും രോഗത്തിലും മൂടുന്നത്. ഇതിനിടെ പനി ബാധിച്ചവരിൽ ഒരു കുട്ടിയുടെ നില ഇതിനകം ഗുരുതരമായതിനെ തുടർന്ന് ജപ്പാൻ ജ്വരമാണോ എന്ന് പരിശോധിക്കാൻ രക്തവും മറ്റും മണിപ്പാലിലെ ഗവേഷണ കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു. കാട്ടൂർ മധുരംപിള്ളയിൽ പ്രവർത്തിക്കുന്ന അനധികൃത ഫാമിലെ മൃഗങ്ങൾക്ക് കുളമ്പ് രോഗം പടരുന്നു. ഫാമിലെ 30ഓളം പന്നികൾക്കും ഫാമിന്റെ മറ്റൊരു ഭാഗത്ത് നടത്തുന്ന പശു ഫാമിലെ 2 പശുക്കൾക്കുമാണ് കുളമ്പ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുളമ്പ് രോഗം പിടിപെട്ട പന്നികളുടെ സ്ഥിതി അതീവ ദയനീയമാണ്. കാലുകളിൽ നിന്ന് കുളമ്പ് അറ്റുപോയി എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവ. 15ഓളം പശുക്കളാണ് ഫാമിൽ ഉള്ളത്. രോഗം പിടിപെട്ട പശുക്കൾക്കൊപ്പം തന്നെയാണ് മറ്റ് പശുക്കളെയും പാർപ്പിച്ചിരിക്കുന്നത്. ഇത് രോഗം പടരാൻ ഇടയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഫാമിൽ നിന്നുള്ള പശുക്കളുടെ പാല് ഡയറിയിൽ അളക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ രോഗം ബാധിച്ച പശുവിന്റേതടക്കമുള്ള പാല് കാട്ടൂർ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം വിതരണം ചെയ്യുന്നുണ്ട്. വളർത്തുമൃഗങ്ങളുടെ രോഗാവസ്ഥ ഫാം ഉടമ രഹസ്യമായാണ് വെച്ചിരുന്നത്. നാട്ടുകാർ ഫാമിനെതിരെ രംഗത്ത് വന്നതിനെ തുടർന്ന് കാട്ടൂർ വെറ്ററിനറി ആശുപത്രിയിലെ ഡോക്ടർ പാമി ടി മാളിയേക്കൽ നടത്തിയ പരിശോധനയിലാണ് കുളമ്പ് രോഗം കണ്ടെത്തിയത്. വലപ്പാട് ഉപജില്ലാ കായികമേളയ്ക്ക് തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിലും തളിക്കുളം ഹൈസ്കൂൾ ഗ്രൗണ്ടിലും നടക്കുന്ന കായികമേളയിൽ ഉപജില്ലയിലെ 94 സ്കൂളുകളിൽ നിന്ന് 1500-ൽ പരം വിദ്യാർത്ഥികൾ മത്സരിക്കും. ചൊവ്വാഴ്ച രാവിലെ UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ അത്ലറ്റിക് മത്സരങ്ങളോടെയാണ് കായികമേള ആരംഭിച്ചത്. ഉപജില്ലാ കായികമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ബുധനാഴ്ച MLA ഗീതാ ഗോപി നിർവഹിക്കും. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷത വഹിക്കും. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും അധ്യാപകരും ചടങ്ങിൽ സംബന്ധിക്കും. ശബരിമല മാളികപ്പുറം മേൽശാന്തി PM മനോജ് നമ്പൂതിരി തൃപ്രയാർ ക്ഷേത്രത്തിലും തൃപ്രയാർ മേൽതൃക്കോവിൽ ക്ഷേത്രത്തിലും ദർശനം നടത്തി. തൃപ്രയാർ അസിസ്റ്റന്റ് മാനേജർ ED അഖിൽ, PG നായർ, കൃഷ്ണനുണ്ണി, സന്തോഷ് തുടങ്ങിയവർ ശാന്തിക്കൊപ്പം ഉണ്ടായിരുന്നു.
പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് ഡിവൈഎഫ്ഐ നേതാവ് വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മണലൂർ നിയോജക മണ്ഡലത്തിൽ CPIM ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. എടത്തിരുത്തി പൈനൂരിൽ അടുപ്പിൽ നിന്ന് തീ പടർന്ന് അടുക്കളപ്പുര കത്തിനശിച്ചു. കാട്ടൂരിൽ പനി പടർന്ന സാഹചര്യത്തിൽ മെഡിക്കൽ സംഘം പരിശോധന നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.